ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ 2-3 പ്രാവശ്യമായിട്ട് വാഷ്റൂമിൽ പോവുക. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു പ്രാവശ്യം പോവുക, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1-2 തവണയായിട്ട് വാഷ്റൂമിൽ പോവുക. വൈകിന്ന് പോയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ആകെ ബുദ്ധിമുട്ടാവുക. ഇത്തരക്കാർക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല പേടിയായിരിക്കും. വയറുവേദനയോ വയറിൽ അസ്വസ്ഥത, ബ്ലോട്ടിംഗ് പോലെ വരിക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും മേൽപ്പറഞ്ഞ സിംറ്റംസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഒരു പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പല ആളുകളിലും പല രീതിയിലായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ചില ആളുകളിൽ മലബന്ധമായിരിക്കും ഏറ്റവും കൂടുതലുള്ള, ചില ആളുകളിൽ ലൂസായിട്ട് വാട്ടറി പതയായിട്ടൊക്കെ പോകുന്ന സ്റ്റൂളായിരിക്കാം ഉണ്ടാവുക. ചില ആളുകളിൽ ഇത് മിക്സ്ഡ് ആയിട്ട് ചില സമയത്ത് മലബന്ധം ചില സമയത്ത് ലൂസായിട്ട് പോവുക, ഇത്തരത്തിലൊക്കെ കാണാറുണ്ട്. IBSന് പ്രത്യേകിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പറയാൻ ഇല്ലെങ്കിലും ROM4 ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് ഓഫ് IBS എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ട്. 4 ക്രൈറ്റീരിയാസ് ആണ്. പുതുതായിട്ട് IBS ആണോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഇനി പറയുന്ന 4 ക്രൈറ്റീരിയാസ് അതിൽ 2 എണ്ണമോ അതിലധികമോ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് IBS ആണെന്ന് കൺഫേം ചെയ്യാം. അതിലൊരു ക്രൈറ്റീരിയ കഴിഞ്ഞ 3 മാസം എടുത്താൽ അതിൽ ഓരോ മാസത്തിലും 3 ദിവസമെങ്കിലും IBSൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടണം. ദെൻ വാഷ്റൂമിൽ പോയി ഡിഫിക്കേഷനൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അസ്വസ്ഥതകൾ, വയറുവേദനയോ വയറിൽ അസ്വസ്ഥതയൊക്കെ പെട്ടെന്ന് തന്നെ റിലീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ ഫ്രീക്വൻസി അത് കുറവാകാം അല്ലെങ്കിൽ കൂടുതലാവാം. ഇതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് വയറിലുള്ള അസ്വസ്ഥതയും വയറിലുള്ള വേദനയൊക്കെ വരുന്നതെങ്കിൽ അതാണ് 3ാമത്തെ ക്രൈറ്റീരിയ. ദെൻ 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് വയറ്റിൽ നിന്ന് പോകുമ്പോൾ സ്റ്റൂളിൻ്റെ അപ്പിയറൻസിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരിക. ഒന്നുകിൽ ഹാർഡ് ആവാം, അല്ലെങ്കിൽ ലൂസായിട്ട് വാട്ടറി സ്റ്റൂൾ ആവാം, അല്ലെങ്കിൽ പതയായിട്ടൊക്കെ പോകുന്ന തരത്തിലൊക്കെയുള്ള മാറ്റങ്ങളോട് കൂടിയാണ് നിങ്ങൾക്ക് വയറുവേദനയും വയറിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉള്ളതെങ്കിൽ അതാണ് 4ാമത്തെ ക്രൈറ്റീരിയ. ഈ പറഞ്ഞ 4 ക്രൈറ്റീരിയാസിൽ 2 അതിലധികമോ ക്രൈറ്റീരിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് IBS ആണെന്ന് ഉറപ്പിക്കാം.